പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഒരു വ്യത്യസ്തമായ കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കുക. എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പൊ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളപ്പൊക്ക സമയത്ത് പണ്ടകാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കുട്ടികളെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മുതിർന്നവരുടെ സഹായത്തോടു കൂടി വാഴപ്പിണ്ടി വെട്ടിയിട്ട് ചെങ്ങാടം ഉണ്ടാക്കുക. മക്കൾ വാഴപ്പിണ്ടി ചെങ്ങാടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ല. വാഴപ്പിണ്ടി ചെങ്ങാടം നമുക്ക് വെള്ളത്തിൽ അതിന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് തുഴഞ്ഞും ഊന്തിയൊക്കെ കളിക്കാം. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കൂടെ സഹായിക്കാം. ഓക്കെ, ഏതായാലും ഇവിടെ നമ്മുടെ പറമ്പിലൊക്കെ വാഴയൊക്കെ വീണ് കിടപ്പുണ്ട്. ആ വീണ് കിടക്കുന്ന വാഴയൊക്കെ നമുക്ക് വെട്ടിയേക്കാം പിണ്ടിക്ക് വേണ്ടി. ഒരു കാര്യം ചെയ്യണം, ഇത് നിങ്ങൾ വല്യപ്പന്മാർ നേരെ അവിടെ കൊണ്ടുവന്ന് നമുക്ക് ആ വെള്ളത്തിനോട് കൊണ്ട് വെച്ചു. രണ്ട് സൈഡ് പിടിച്ചു. ദേഹത്ത് കറയൊക്കെ പറ്റിക്കരുത് കേട്ടോ, ദേഹത്ത്. ഓക്കെ, കാറ്റിന് മറിഞ്ഞു പോയ വാഴയാണ്. ഇഷ്ടം പോലെ വാഴ മറിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം അടിച്ച കാറ്റില് ആഘോഷമായിട്ട് വാഴയെല്ലാം മറിഞ്ഞു പോയി. അപ്പം അതുകൊണ്ട് ആ പിണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. നമ്മൾ ഇവിടെ ഈ പറമ്പില് ഒടിഞ്ഞു കിടക്കുന്ന വാഴ വെട്ടിയാണ് നമ്മളിപ്പോൾ ഈ വാഴ പിണ്ടിച്ചങ്ങട ഉണ്ടാക്കുന്നത്. ഏതായാലും ഇഷ്ടം പോലെ വാഴ ഒടിഞ്ഞു കിടപ്പുണ്ട്. അതാണ് കണ്ടില്ലേ, ഇതെല്ലാം ഒടിഞ്ഞു കിടക്കുക. ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. കുഴപ്പമില്ല. പിള്ളേരെല്ലാം വളരെ സജീവമായിട്ട് കൂട്ടത്തിലുണ്ട്. അപ്പം അവരെ ഇത് കാണിക്കുക എന്നുള്ള ഉദ്ദേശമല്ല, വേറെ കാര്യമൊന്നുമല്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇതൊക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. വെള്ളം പൊങ്ങിയാൽ ഉടനെ തന്നെയുള്ള സന്തോഷം എന്ന് പറയുന്നത് പിണ്ടിച്ചങ്ങാടമൊക്കെ ഉണ്ടാക്കി കളിക്കുക എന്നുള്ളത്. അപ്പം അതേതായാലും പിള്ളേരെ ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിനോട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സെറ്റായിട്ട് എന്നാണ് കേട്ടോ, നമുക്ക് പരിപാടി നമുക്ക് നടത്താം കേട്ടോ. ഓക്കെ, നമുക്ക് ഈ കിടക്കുന്ന ഈ ഒരു പിണ്ടി കൂടെ മതിയാകും. കാരണം നമുക്ക് ഒരു 5-6 പിണ്ടി താഴെയും ബാക്കി ഒരു 3-4 പിണ്ടി മുകളിലും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനാണ്. ഏതായാലും നമുക്ക് ഈ ഒരു പിണ്ടിയും കൂടെ വെട്ടി സെറ്റാക്കാം. അപ്പൊ ഇവനെയൊക്കെ ഒന്ന് ഒരുക്കി കുട്ടപ്പനാക്കി. യൂത്തലൊക്കെ കണ്ടില്ലേ, ഇതിന്റെ പുറത്തെ പോളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് എടുത്ത് സെറ്റാക്കുക. ഏതായാലും ഇതങ്ങോട്ട് കൊണ്ട് വെക്കാം. നമ്മുടെ കച്ചികളൊക്കെ അവിടെ ഉണ്ട്. ഒരു നമ്മുടെ കൂട്ടത്തിൽ ചെറിയ പണിയൊക്കെ ചെയ്താൽ മതി. ഏതായാലും പിണ്ടി, ഇതിനാവശ്യമുള്ള പിണ്ടി അത്യാവശ്യം എല്ലാം നമ്മൾ വെട്ടി സെറ്റാക്കി തന്നെ ഇവിടെ വെള്ളം കയറിയിരിക്കുന്ന സ്ഥലത്തിട്ടേക്കുക. നമുക്കിവിടെയും ഇതിനപ്പുറത്തൊക്കെ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഓക്കെ, വേണ്ടേ ആഘോഷമായ നമ്മുടെ ചങ്ങാടവാ കേട്ടോ. ഓക്കെ, നിങ്ങൾ റെഡി ആയിക്കണം. നമ്മളെ ഇത് ഈ പിണ്ടിച്ചങ്ങാടത്തിന് അതിനെ ബലമായിട്ട് നിർത്താൻ വേണ്ടി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ആപ്പടിക്കുക, അല്ലെങ്കിൽ അതിനെ ഒരു കമ്പ് അടിക്കണം. അപ്പോൾ ആ കമ്പ് നമ്മൾ പോയിട്ട് വെട്ടിക്കൊണ്ട് വന്നതാണ്. നമ്മുടെ കൊന്നയുടെ കമ്പ. അപ്പോൾ അത് മതി, കുഴപ്പമില്ല. ഓക്കെ, നമ്മളെ ആ പിണ്ടിച്ചങ്ങാടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ബേസിൽ ഒരു 6 പിണ്ടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിടിച്ചു വെച്ചാൽ മക്കളെ, 6 പിണ്ടി ഇങ്ങനെ നമ്മൾ നെടുകെ അങ്ങ് വെക്കും. നെടുകെ വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറുകെ നമുക്ക് വെക്കണം. അപ്പോൾ 6 പിണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വിത്തല്ല, ഇത് തമ്മിൽ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി നമ്മൾ എന്താ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കമ്പ് പിന്നെ മണ്ടക്കോട്ട് നമുക്കിതിനെ വാരിയായിട്ട് അടിക്കണം. ഇത് ഏകദേശം നീളം കറക്റ്റാണ്. ഓക്കെ, രണ്ടെണ്ണം വേണം. കാരണം ഇവിടെയും ഇങ്ങോട്ട് മാറ്റി ഒന്ന് അടിക്കണം. ആ നീളം കുഴപ്പമില്ല അല്ലേ, അത്ര നീളം വേണ്ട. ഇതിൻ്റെ കൂടെ ഇച്ചിരി മുറിച്ചേക്കാം. ഓക്കെ, ഇനി നമുക്കിവനെ ഒന്ന് അടിച്ച് കയറ്റണം ഈ പിണ്ടിക്കകത്തോട്ട്. പഴയ കാലത്തെ പിള്ളേർക്കൊക്കെ ഒരു രസമുള്ള ഒരു നല്ല ഒരു പരിപാടിയാണ്, അത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. വെള്ളം പൊങ്ങുമ്പോൾ കുട്ടനാട്ടിലുള്ള പിള്ളേരൊക്കെ പഴയ കാലത്ത് കുഞ്ഞുങ്ങളൊക്കെ പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ,
ഇവനെ നമ്മൾ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കമ്പ് ഇതിൻ്റെ അകത്ത് ഈ സൈഡിൽ കൂടി ഇങ്ങനെ അടിച്ചിൻ്റെ അകത്തോട്ട് കയറ്റണം, കയറ്റി അപ്പുറത്ത് ഇറക്കണം. അതുപോലെ തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു കമ്പ് അടിച്ചത്. അപ്പോൾ ഇത് ബലമായിട്ടുള്ള ഒരു ബേസ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിന്ന് അടിച്ചു കയറ്റാൻ വേണ്ടിയുള്ള തടി കഷ്ണമൊക്കെ വീട്ടിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിള്ളേർ ഇതെല്ലാം റെഡിയായിട്ട് നിൽക്കുക. ഒരു കാര്യം കൂടെ ഓർത്തോണം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു റോഡിലാണ്. ഇത് ഹരിപ്പാട് വിയപുരത്ത് നിന്ന് തകഴി പഞ്ചായത്തിലെ പച്ചയിലേക്ക് പോകാനായിട്ടുള്ള റോഡാണ്. ഇത് കാഞ്ഞിരന്തുരുത്ത് വിയപുരം റോഡെന്ന് പറയും. ആ റോഡിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും അവിടെ കാണാം, അതെല്ലാം റോഡെല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുക. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലാണ്, യഥാർത്ഥത്തിൽ വെള്ളം മുങ്ങുന്ന സാഹചര്യത്തിലാണ് കുട്ടനാട്ടിലെ കുഞ്ഞുങ്ങൾ പണ്ട് ഈ ചെങ്ങാടം, പിണ്ടി ചെങ്ങാടം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മോനെ ഇതൊന്ന് പിടിച്ച മോനെ, ആദ്യത്തെ നമ്മുടെ മൊത്തത്തിലൊന്ന് എടുത്ത് കയറ്റി മോനെ ഒന്ന് അങ്ങേപ്പുറത്ത് നിന്നോ. ലെവലാണോ നോക്കി, ലെവലാണോ നോക്കി, ലെവലാണല്ലോ. ഓക്കെ, അത് പതുക്കെ അടിച്ച് പിണ്ടിയാ, വേറെ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഈ പറയുന്ന 6 പിണ്ടിയിലും അത് എത്തിയിട്ടുണ്ട്. കയറിയല്ലോ, അവിടെ കയറിയിട്ടുണ്ട്. അപ്പുറത്ത് വന്നില്ല, വരുത്ത് കുഴപ്പമില്ല. അപ്പം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെറ്റാക്കിയതിന് ശേഷം അടുത്ത കാര്യം നമുക്ക് ചെയ്യാം. അടുത്ത ഒരു എന്താണ് കമ്പ്, ഈ കമ്പ് നമ്മൾ ഇതിലടിച്ച് കയറ്റണം. നമ്മൾ ഇപ്പം നമ്മുടെ താഴത്തെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം റെഡിയായി, കണ്ടോ? പ്ലാറ്റ്ഫോം സൂപ്പറായിട്ടിരിക്കുന്നു, നല്ല ബലമായിട്ട് ഇപ്പം കഴിച്ച് സെറ്റാക്കിയിരിക്കുക. അപ്പോൾ ഇവത്തേലെ നമ്മളിപ്പോൾ സാധാരണ പിള്ളേരൊന്നും കയറിയ താഴത്തൊന്നുമില്ല. എങ്കിലും നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ചെയ്യുകയാണ്. ഇവത്തേലെ കുറച്ചും കൂടി വെയിറ്റ് പിടിക്കത്തക്ക തരത്തിൽ ഇതിൻ്റെ പുറത്ത് ക്രോസ് ആയിട്ട് കുറുകെ നമ്മൾ കുറേ പിണ്ടി വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ പിണ്ടി കുറുകെ നമ്മൾ ഇവത്തെ വെക്കുക. ഇതങ്ങനെ കൊണ്ട് വെക്കും. വെച്ചതിന് ശേഷം നമ്മൾ പതുക്കെ ഓരോ കമ്പ് അല്ല, ഇതുപോലുള്ള കമ്പുണ്ട്, ഈ കമ്പ് അങ്ങോട്ട് അടിച്ച് ഇതിലോട്ട് കയറ്റും. കയറ്റിക്കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. വലിയ കാര്യമൊന്നുമല്ല, സിമ്പിളാണ്. പിള്ളേരാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇതൊക്കെ കയറാം. മനസ്സിലായി? ആ തരത്തിലാണ് സാധനം സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ സാധനം സെറ്റായി. നമ്മൾ ഇത്തരത്തിൽ 2-3 കമ്പുകൾ എടുക്കും. മക്കളെ ഒരു കമ്പി എടുത്തടാ, മുറിച്ചതിന്റെ ബാക്കി എടുക്കും. നമുക്ക് ചെറിയൊരു കമ്പ് ഇത്തിരി അടിച്ച് കയറ്റിയാൽ മതി. ഓക്കെ, അത് പോകരുത്. നമ്മുടെ പിണ്ടി അങ്ങ് റോഡിൽ കൂടെ ഒഴുകുകയാണേ മക്കളെ, പിണ്ടി റോഡിൽ കൂടെ ഒഴുകുകയാണ്. പിണ്ടി പിടിച്ചോ. ഓക്കെ, ഇതാണ് ഇപ്പുറത്തുകൂടി നമ്മൾ ഒരെണ്ണം അടിക്കുക. എന്ത് എളുപ്പമാണ് നോക്കിക്കേ, ഇതിങ്ങനെ അടിക്കാൻ എന്ത് എളുപ്പമാണ്. ഇത് പിണ്ടിയല്ലേ, ഇത് പാടൊന്നുമില്ല. വല്ല കട്ടിയുള്ള തടിയായിരുന്നെങ്കിൽ പണി പാളിയാണ്. ഇപ്പൊ സാധനം സ്ട്രോങ് ആയി. ഓക്കെ, ഇതുപോലെ നമ്മള് നമ്മള് ഇപ്പം ഈ കുറുകയുള്ള ഇതുപോലുള്ള കുറെ പിണ്ടികൾ കൊണ്ട് ഇടണം. ഇങ്ങനെ പിണ്ടികൾ നമ്മളെടുത്തതിൻ്റെ പുറത്തോട് ഇങ്ങനെ വെക്കും. വെച്ച് കഴിഞ്ഞാൽ സെറ്റാക്കും. ഇത് നമ്മൾ ഇതുപോലുള്ള കുറെ പിണ്ടികളുണ്ട്. പിണ്ടികളൊക്കെ ഒത്തിരി ആവശ്യമില്ലാത്ത പോളയൊക്കെ ഉണ്ട്, അതങ്ങ് കുറച്ച് കളഞ്ഞേക്കാം. നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ഓക്കെ, ഇതിനകത്ത് ഭംഗിയായിട്ട് കിടന്നോട്ടെ. അതിന് വേണ്ടി നമ്മളെ ഇപ്പോഴേ ഈ സാധനത്തിന്റെ നമ്മുടെ ഈ ചെങ്ങാടത്തിന്റെ പിണ്ടി ചെങ്ങാടത്തിന്റെ 2 സൈഡിലും അത്യാവശ്യം വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ 6 പിണ്ടി നെടുകയിട്ടു, മുകളിൽ നമ്മളൊരു 7 പിണ്ടി കുറുകയിട്ടു. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഇരുന്നുകൊണ്ട് ഇവർക്ക് തുഴയാനും മറ്റുമൊക്കെ വേണ്ടിയാണ്. അപ്പൊ ഇതിനെ നമ്മൾ അധികമായിട്ട് വന്നിരിക്കുന്ന ആ ഭാഗമൊക്കെ നമ്മളൊന്ന് മുറിച്ച് മാറ്റുക കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മൾ ഇപ്പോൾ ഏതായാലും ചെങ്ങാടത്തിന്റെ പണി ഓൾമോസ്റ്റ് ഫിനിഷായി. നമ്മൾ താഴെ നമ്മൾ 6 പിണ്ടി നെടുക, അതിന് മുകളിൽ നമ്മൾ 7 പിണ്ടിയും ക്രോസും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരാൾക്ക് കയറിയാലും നമുക്കിത് താഴാത്ത തരത്തിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ. പിള്ളേരാണ് കയറാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമ്മൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് നമ്മൾ മറിച്ചിടാം. മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അത് കീശരി പിടിക്കേ താഴെ. റെഡി, മറിച്ചോ, മറിക്കേ. യെസ് 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 നമ്മുടെ ചെങ്ങാട ബേസ് നല്ല സക്സസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇത് കയറാൻ പറ്റുന്ന പരുവത്തിലാണ്. ആക്സോബിഡിങ് എടുത്ത്. ഓക്കെ, 2-3 കമ്പ് നമ്മൾ താഴെ നിന്ന് അടിച്ച കമ്പുണ്ട്. കമ്പ് അത് നമുക്ക് അതൊക്കെ വൃത്തിയാക്കാം. ശാന്തമായിട്ട് അത് വൃത്തിയാക്കാം. ഓക്കെ, ആക്സോബിഡിങ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ സൈഡും കൂടെ ഈ കൊടുത്ത് നിൽക്കുന്ന കമ്പൊക്കെ ഒന്ന്
ഓക്കെ. ഇതൊക്കെ അത്യാവശ്യം എന്താ ഭംഗിയായിട്ട് പിള്ളേർ കയറുന്നതല്ലേ. ഇങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പിള്ളേരും കൂടെ കാണണം. പിള്ളേർക്കും കൂടെ ഇങ്ങനെയൊക്കെ കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാണ്. അതിനു വേണ്ടി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങിയാൽ വെള്ളപ്പൊക്കത്തിൻ്റെ വിഷമം മാത്രമല്ല, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷവും ഉണ്ടാകും. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ ഒരു ചില കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികൾ ഫിനിഷായി. ഇത് നമ്മളെ കുറുകെ അടിച്ചിരുന്ന കമ്പാണ്. പിടിച്ചപ്പെട്ടി തീന്തിമോനെ. ഇത് ഇതിൽ കായൽ പോലെ കിടക്കുക. വെള്ളം അങ്ങോട്ട് പൊങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പാടത്തെല്ലാം വെള്ളം കയറിയിട്ട് വലിയ കാറ്റാ. ആ കാറ്റിൻ്റെ ഭാഗമായിട്ടാണ് വലിയ കായൽ പോലെ, കടൽ പോലെ ഇങ്ങനെ കിടക്കുക. മൈക്കിൽ കൂടെ നമ്മളിത് പറയുമ്പോൾ തന്നെ ആഘോഷമായിട്ട് ഇതിൻ്റെ മൂളിച്ച് നമുക്ക് കേൾക്കാം. ഓക്കെ, അത്യാവശ്യം നമ്മളിത് വൃത്തിയാക്കിയിട്ടുണ്ട്. ടെസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ജീവൻ കരിക്കും. ജീവൻ കരിക്കും. ഓക്കെ, ജീസനും കൂടെ കാണണമെങ്കിൽ കയറാം. ജീസനും കരിക്കും. ഒത്തിരി അങ്ങ് പുറകെ പോകണ്ട. കരിക്കും. മുന്നോട്ട് കയറിയിരുന്നു. അവിടെ ഇരുന്ന്. എസ്. അങ്ങോട്ട് നീങ്ങി. തുഴഞ്ഞു വെക്കൂ. ഇത് മറ്റേ തുഴ എന്തിയാ മോനെ? വേറൊരു തുഴയും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. ഏതായാലും അവന്മാർക്ക് തുഴയാനും നീന്താനും ഒക്കെ അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതൊക്കെ കയറും. വെള്ളപ്പൊക്കത്തിന് കണ്ടത്തിൽ കൂടെ പറമ്പിൽ കൂടെ ഒക്കെ ആഘോഷമായിട്ട് ഇവര് ഈ ചങ്ങാടത്തിൽ ഇങ്ങനെ തുടങ്ങി നടക്കും. സാധനം വളരെ സ്ട്രോങ്ങാ. കുട്ടനാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിന്റെ ഒരു രസമാണ് ഇതൊക്കെ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് റോഡിലാണ് നിൽക്കുന്നത്. റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഏതാണ്ട് മുട്ടിന് താഴെ വെള്ളമുണ്ട്. ഇത് ഏറ്റവും കുറഞ്ഞ വെള്ളമുള്ള സ്ഥലമാണ്. കുറച്ചും കൂടെ മുന്നോട്ട് മാറിക്കഴിഞ്ഞാൽ നിറയെ വെള്ളമാണ്. ഓക്കെ. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കുകയാണ്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ദുഃഖത്തെയും ദുരിതത്തെയും അതിജീവിക്കാനായിട്ട് ഇത്തരത്തിൽ വീടിൻ്റെ പറമ്പിലൊക്കെ കാണുന്ന വാഴയുടെ പിണ്ടിയൊക്കെ എടുത്ത് പിണ്ടിച്ചങ്ങാടം ഉണ്ടാക്കിയ പഴയ ആ ഒരു പാരമ്പര്യം കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാനും കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ ഒരു പ്രവൃത്തി, വാഴപ്പിണ്ടി ചങ്ങാടത്തിൻ്റെ ഒരു നിർമ്മാണം നമ്മൾ നടത്തിയത്. നാടിൻ്റെ നന്മയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.